കൂട്ടുകാരെ, എല്ലാവർക്കും ലക്ഷ്മീസ് ഫ്രണ്ട്ലി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യം തന്നെ സോറി ഫ്രണ്ട്സ്, ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ചില തിരക്കുകളൊക്കെ കാരണം. പക്ഷേ ഇന്നു മുതൽ നമ്മൾ കൂടുതൽ പവർഫുള്ളായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പോവാണ്. ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുത്സവം നമുക്ക് കൂടുതൽ ആഘോഷമാക്കി തീർക്കാം. ഇന്ന് ഞാൻ ജനുവരി 6, 7, 8 ഈ 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആരംഭിച്ചാലോ? ആർ യു റെഡി? ആദ്യത്തെ ചോദ്യം: പ്രവാസികൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവർക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം സർക്കാർ വഹിക്കുന്ന പദ്ധതി. പ്രവാസികൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവർക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം സർക്കാർ വഹിക്കുന്ന ഒരു പുതിയ പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം നെയിം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്, ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് നെയിം. അടുത്ത ചോദ്യം: ലോക ബ്രെയിലി ദിനം എന്നാണ്. ലോക ബ്രെയിലി ദിനം എന്നാണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ജനുവരി 4 ജനുവരി 4 എല്ലാ വർഷവും ലോക ബ്രെയിലി ദിനം ആഘോഷിക്കുന്നത്. വേൾഡ് ബ്രെയിൽ ഡേ 2019 മുതലാണ് ഐക്യരാഷ്ട്രസഭ ആഘോഷിച്ചു തുടങ്ങിയത്. ബ്രെയിലി ലിപിയുടെ സൃഷ്ടാവായ ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമാണ് ജനുവരി 4. അദ്ദേഹം ഫ്രാൻസിൽ 1809 ജനിച്ചത്. അദ്ദേഹം കണ്ടെത്തിയ ബ്രെയിലി ലിപി കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട അനേകർക്കാണ് സഹായകമായി തീർന്നിരിക്കുന്നത് ഇന്നീ ലോകത്ത്. അതിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ബ്രെയിലി ദിനമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ വർഷത്തെ ലോക ബ്രെയിൽ ദിനത്തിൻ്റെ പ്രമേയം സെലിബ്രേറ്റിംഗ് accessibility and inclusion for the visually impaired. സെലിബ്രേറ്റിംഗ് accessibility and inclusion for the visually impaired എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിലി ദിനത്തിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം: പ്രവാസി ഭാരതീയ ദിവസ് 2025 വേദി. ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ആഘോഷങ്ങൾ നടക്കുകയാണ്. അത് 2025 നടക്കുന്നത് എവിടെ വെച്ചാണ് എന്നാണ് ചോദ്യം. 18ാമത് പ്രവാസി ഭാരതീയ ദിവസാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. അതിൻ്റെ വേദി എവിടെ? ആൻസർ ഒഡീഷയിലെ ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി മലയാളിയായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യരാണ്. അദ്ദേഹത്തിനും ഈ വർഷം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ 25 പേർക്കും അതുപോലെ 2 സംഘടനകൾക്കുമാണ് ഈ വർഷം പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. റഷ്യയിലെ ഹിന്ദുസ്ഥാനി സമാജ്, ഗയാനയിലെ സരസ്വതി വിദ്യാ നികേതൻ എന്നീ സംഘടനകൾക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: രാജ്യത്തെ വൈദ്യുത ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ എന്താണെന്ന് അറിയാമോ? കൽക്കരി നിലയങ്ങൾ. കൽക്കരി നിലയങ്ങളാണ് ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിൽ പകുതിയിൽ കൂടുതൽ വൈദ്യുതിയും കൽക്കരി നിലയങ്ങളിൽ നിന്നാണ്. 2ാം സ്ഥാനത്ത് സോളാർ വൈദ്യുതിയും അതുപോലെ 3ാം സ്ഥാനത്ത് ജലവൈദ്യുതിയുമാണ്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. എന്നാൽ കേരളത്തിലാവട്ടെ 1/3 വൈദ്യുതിയും ജലപദ്ധതികളിൽ നിന്നാണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം: കൊച്ചി രാജ്യത്തെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ചോദ്യം. കൊച്ചി രാജ്യത്ത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന്. ഉത്തരം 1925 ജനുവരി 7. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1925 ജനുവരി 7. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ വർഷം ആദ്യമായിട്ട് കൊച്ചിയിൽ തിരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ 100ാം വാർഷികമാണ്.
ഇതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി നോക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥയല്ലാത്ത വനിത, അത് തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ്. കേരളത്തിൽ ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥ അല്ലാത്ത വനിത തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഇതുകൂടി എൻ്റെ കൂട്ടുകാർ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ബോർഡർ ഗാവസ്കർ ട്രോഫി 2024-25 ജേതാക്കൾ. ബോർഡർ ഗാവസ്കർ ട്രോഫി 2024-25 ജേതാക്കൾ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഓസ്ട്രേലിയ. 2024-25 വർഷത്തിലെ ബോർഡർ ഗാവസ്കർ ട്രോഫി ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഇനി നമുക്ക് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ടെസ്റ്റ് പരമ്പരയാണ് ബോർഡർ ഗാവസ്കർ ട്രോഫി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായ സുനിൽ ഗാവസ്കറിൻ്റെയും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ മുൻ ക്യാപ്റ്റനായ അലൻ ബോർഡറിൻ്റെയും പേരിലാണ് ഈ ഒരു ട്രോഫി അറിയപ്പെടുന്നത്. 10 വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയ ഈ ട്രോഫി സ്വന്തമാക്കുന്നത്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസീസ് പേസറായ സ്കോട്ട് ബോളണ്ട് ആണ്. അതുപോലെ പരമ്പരയിൽ 32 വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ സീരീസ്. ഈ ഒരു പരമ്പര വിജയത്തോടെ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാനായിട്ട് ഓസ്ട്രേലിയ യോഗ്യത നേടി. ഇനി നമുക്ക് ബോർഡർ ഗാവസ്കർ ട്രോഫിയെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ നോക്കാം. 1996-97 വർഷത്തിലായിരുന്നു ആദ്യത്തെ മത്സരം ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഇതുവരെ 17 മത്സരങ്ങൾ നടന്നിട്ടുള്ളതിൽ 10 ഇന്ത്യ വിജയിച്ചു, 6 ഓസ്ട്രേലിയയും 1 മത്സരം സമനിലയുമായി തീർന്നു. ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ക്രിക്കറ്ററായ സച്ചിൻ ടെണ്ടുൽക്കറും ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായ നേതൻ ലയണുമാണ്. അടുത്ത ചോദ്യം, 17-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്ന്? 17-ാം നൂറ്റാണ്ടിലേതെന്ന സമുദ്ര പരിവേഷകർ സംശയിക്കുന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നാണ് ചോദ്യം. ഉത്തരം ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ കൽപ്പേനിക്ക് സമീപമാണ് 17-ാം നൂറ്റാണ്ടിലേതെന്ന സംശയിക്കപ്പെടുന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സിഖ് വിവാഹം രജിസ്റ്റർ ചെയ്ത ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് സിഖ് വിവാഹം രജിസ്റ്റർ ചെയ്തത് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു സിഖ് വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ 200-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ. 2025 ജനുവരിയിൽ 200-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. 1825 അദ്ദേഹം ജനിച്ചത്. 1874 അന്തരിക്കുകയും ചെയ്തു. 200-ാം ജന്മവാർഷികം എന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 151-ാം ചരമവാർഷികം കൂടിയാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ 150-ാം ചരമവാർഷികം 2024. അപ്പോൾ 2024 150-ാം ചരമവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് കൂടി ചോദിച്ചാൽ അതിനുത്തരവും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. സവർണരുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാത്ത അവർണർക്കായി അദ്ദേഹം 1854 ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. അതുപോലെ 1859 നടന്ന ഏത്താപ്പ് സമരത്തിനും നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. അവർണർക്ക് കഥകളി അപ്രാപ്യമായിരുന്ന 1861 വേലായുധ പണിക്കർ ഈഴവ സമുദായ അംഗങ്ങളുടെ കഥകളി യോഗമുണ്ടാക്കി.
കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിനും ഇദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. അടുത്ത ചോദ്യം, രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പരിശോധിക്കുന്നതിനായി റാപ്പിഡ് ടെസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ സർവകലാശാല. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡിൻ്റെയും അളവ് പരിശോധിക്കുന്നതിന് വേണ്ടി റാപ്പിഡ് ടെസ്റ്റിംഗ് സംവിധാനം ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ഒരുക്കിയത് എന്നാണ് ചോദ്യം. ആൻസർ IIT ഗുവാഹത്തി. IIT ഗുവാഹത്തിയാണ് നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഈ ഒരു റാപ്പിഡ് ടെസ്റ്റിംഗ് സിസ്റ്റം ഒരുക്കിയിരിക്കുന്നത്. പരമ്പരാഗത കൊളസ്ട്രോൾ പരിശോധനകളുടെ 100% സമയത്തിനുള്ളിൽ ഈ ഒരു റാപ്പിഡ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് ഫലമറിയാനാകും. അടുത്ത ചോദ്യം, സ്പേസ് കമ്മീഷന്റെ പുതിയ ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച വ്യക്തി. ഇന്ത്യയിലെ സ്പേസ് കമ്മീഷന്റെ പുതിയ ചെയർമാനായി കേന്ദ്ര സർക്കാർ ആരെയാണ് നിയമിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ വി നാരായണൻ. തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ഡയറക്ടറായ ഡോക്ടർ വി നാരായണനെയാണ് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത്. ISRO ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ S സോമനാഥ് ജനുവരി 14 വിരമിക്കും. അതിനുശേഷം ഡോക്ടർ വി നാരായണൻ ചുമതലയേൽക്കുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന. അടുത്ത ചോദ്യം, AOI കോൺ 2025 വേദി. AOI കോൺ 2025 വേദി. ഉത്തരം കൊച്ചി. ENT ശസ്ത്രക്രിയാ വിദഗ്ധരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോലാരിങ്കോളജിസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനമാണ് AOI കോൺ 2025. ഇത് കൊച്ചിയിലാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, വയോമിത്രം പദ്ധതിയിൽ അംഗങ്ങളായ 75 പേർക്ക് 1 വർഷത്തേക്ക് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നൽകുന്ന പുതിയ പദ്ധതി. വയോമിത്രം പദ്ധതിയിൽ അംഗങ്ങളായ 75 പേർക്ക് 1 വർഷത്തേക്ക് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നൽകുന്ന പുതിയ പദ്ധതി. ഉത്തരം വയോ കെയർ. വയോ കെയർ എന്നാണ് ഈ ഒരു പുതിയ പദ്ധതിയുടെ പേര്. ഇത് കൊച്ചി കോർപ്പറേഷനിലാണ് നടപ്പിലാക്കുന്നത്. ഈ വയോമിത്രം പദ്ധതി എന്താണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടോ? എങ്കിൽ നമുക്ക് അതുകൂടി നോക്കാം. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യമായി ചികിത്സയും മരുന്നും നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യമായി ചികിത്സയും മരുന്നും നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇനി ഇത് കൂട്ടുകാർ മറക്കരുതേ. അടുത്ത ചോദ്യം, കേരളത്തിലെ രാജ്യാന്തര നിലവാരമുള്ള ആദ്യത്തെ സ്കേറ്റിംഗ് ട്രാക്ക് നിലവിൽ വരുന്നത് എവിടെ? രാജ്യാന്തര നിലവാരമുള്ള ആദ്യ സ്കേറ്റിംഗ് ട്രാക്ക് കേരളത്തിൽ നിലവിൽ വരുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം പെരുമ്പാവൂർ. പെരുമ്പാവൂരിലാണ് രാജ്യാന്തര നിലവാരമുള്ള കേരളത്തിലെ ആദ്യ സ്കേറ്റിംഗ് റോഡ് സർക്യൂട്ടും സിന്തറ്റിക് ബാങ്ക് ട്രാക്കും ഒരുങ്ങുന്നത്. അടുത്ത ചോദ്യം, ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചലച്ചിത്രം. ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചലച്ചിത്രം. ഉത്തരം ആടുജീവിതമാണ്. ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. 207 ചലച്ചിത്രങ്ങളാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടാൻ ഈ വർഷം മത്സരിക്കുന്നത്. 7 ഇന്ത്യൻ സിനിമകളുമുണ്ട് മത്സര രംഗത്ത്. 7 ഇന്ത്യൻ സിനിമകളാണ് ഈ വർഷം മത്സര രംഗത്തുള്ളത്. ശിവ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം കങ്കുവ, പായൽ കബാഡിയുടെ മലയാളം ഹിന്ദി ചിത്രമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഹിന്ദി ഇംഗ്ലീഷ് ചലച്ചിത്രമായ ഷുജി തലാദിയുടെ ഗേൾസ് വിൽ ബി ഗേൾസ്, ഗിരീഷ് മാലിക് സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം ബാൻഡ് ഓഫ് മഹാരാജാസ്, സന്ധ്യ സൂര്യ ഒരുക്കിയ ഹിന്ദി ചിത്രം സന്തോഷ്, രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം സ്വാതന്ത്ര്യവീർ സവർക്കർ എന്നിവയാണ് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ചലച്ചിത്രങ്ങൾ.
അതോടൊപ്പം തന്നെ 72ാമത് ഗോൾഡൻ റീൽ പുരസ്കാരത്തിൻ്റെ സൗണ്ട് എഡിറ്റിംഗ് രാജ്യാന്തര വിഭാഗത്തിൽ നാമനിർദ്ദേശം ലഭിച്ച മലയാള ചലച്ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുമുള്ള ഉത്തരം ആടുജീവിതമാണ്. 72ാമത് ഗോൾഡൻ റീൽ പുരസ്കാരത്തിൻ്റെ സൗണ്ട് എഡിറ്റിംഗ് ഇൻ്റർനാഷണൽ വിഭാഗത്തിൽ ആടുജീവിതത്തിന് നാമനിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, രാജ്യാന്തര സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അംഗത്വം ലഭിച്ച പുതിയ രാജ്യം. രാജ്യാന്തര സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അംഗത്വം ലഭിച്ച പുതിയ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് പുതിയ ബ്രിക്സ് അംഗം. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില ഫാക്ട്സ് കൂടി നമുക്ക് നോക്കാം. 2009 ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ബ്രിക്സ് രൂപീകരിച്ചത്. ഇത് G7 കൂട്ടായ്മയ്ക്ക് ഒരു ബദൽ എന്ന നിലയിലാണ് രൂപം കൊണ്ടത്. 2010 ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ അംഗമായി. ബ്രിക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്കായിലാണ്. ഇനി നമുക്ക് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദികൾ നോക്കാം. 2021 ന്യൂഡൽഹി ആയിരുന്നു വേദി. 2022 ബീജിംഗ്. ഈ 2 വർഷവും ഓൺലൈനായാണ് ഈ ഒരു ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2023 സൗത്ത് ആഫ്രിക്കയിലെ ജൊഹാനസ്ബർഗിൽ വെച്ചാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജൊഹാനസ്ബർഗ്. 2024 വേദി റഷ്യയിലെ കസാൻ ആയിരുന്നു. റഷ്യയിലെ കസാൻ. ഈ വർഷം അധ്യക്ഷത വഹിക്കുന്നത് ബ്രസീലാണ്. ബ്രസീൽ. അടുത്ത ചോദ്യം, അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ്. ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ബഹാദൂർ സിംഗ് സാഗു. ബഹാദൂർ സിംഗ് സാഗു ആണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്. മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ കൂടിയാണ് അദ്ദേഹം. 2002 ബുസാൻ ഏഷ്യൻ ഗെയിംസിലാണ് അദ്ദേഹത്തിന് ഷോട്ട് പുട്ടിൽ സ്വർണം ലഭിച്ചത്. 2000, 2004 ഒളിമ്പിക്സുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. പത്മശ്രീ ജേതാവ് കൂടിയായ ബഹാദൂർ സിംഗ് സാഗു കഴിഞ്ഞ 12 വർഷം AFI പ്രസിഡന്റ് ആയിരുന്ന ആദിൽ സുമരിവാലയുടെ പിൻഗാമിയായാണ് ചുമതലയേറ്റത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റേഷൻ വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണവും അതിൻ്റെ പൂർണ്ണ നാമവും. ഉത്തരം ഇപോസ് മെഷീൻ. ഇപോസ് മെഷീനാണ് റേഷൻ കടകളിൽ സുതാര്യത ഉറപ്പാക്കാനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണനാമം ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ, ഇപോസ്. ഇനി നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ചോദ്യം ഇതാണ്, ദേശീയ കരസേനാ ദിനം എന്നാണ്? നാഷണൽ ആർമി ഡേ എന്നാണ് ചോദ്യം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും മറക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.